അയാൾ ചോദിച്ചത് മരിച്ചവർക്ക് ഖുർആൻ ഓതാൻ പറ്റും? ഞാൻ പറഞ്ഞു ഓതാൻ പറ്റും. എന്താ തെളിവ്? ഞാൻ പറഞ്ഞു തെളിവ് പറഞ്ഞ എനിക്ക് തിരിയോ? തിരിയോ. ഇഖ്റഉ മൗതാക്കും യാസീൻ ഇല്ലേ, ഹദീസ് സ്വഹീഹാണല്ലോ, യാസീൻ സൂറത്ത് ഓതണം. അപ്പൊ അയാൾ പറഞ്ഞു അവിടെ മൗതാക്കും എന്ന് പറഞ്ഞാൽ മരിച്ചവർ എന്നല്ല അർത്ഥം, മരണമാസന്നമായവർ, മരിക്കാനായവർ, അവരുടെ പേരിൽ യാസീൻ ഓതിയാൽ പെട്ടെന്ന് റൂഹ് എളുപ്പത്തിൽ പോകും എന്നാണ് അർത്ഥം. ഞാൻ പറഞ്ഞ ആ അർത്ഥം മാത്രമല്ല, മരിച്ചവർ എന്ന അർത്ഥവും ഉണ്ടെന്ന് ഇബ്നു ഹജർ റഹിമഹുല്ലാ പറഞ്ഞല്ലേ. അപ്പൊ അയാൾ പറയാ ആ അർത്ഥം ശരിയല്ല, മരിച്ചവർന്നേ മൗത്താക്കുന്ന അർത്ഥമുള്ളൂ. ഉറപ്പല്ലേ? മാറ്റോ ഇല്ലയോ? ഇല്ല. ഷുവർ? ഷുവർ. ഞാൻ അയാളോട് ചോദിച്ചു, കഫിനു മൗത്താക്കും ബിൽ അബിയം, വെളുത്ത വസ്ത്രം കൊണ്ട് മയ്യത്തിനെ കഫൻ ചെയ്യണമെന്നുണ്ട്. അവിടെ നിന്ന് അർത്ഥം വെച്ച മൗത്താക്കും, കഫിനു കഫൻ ചെയ്യുക, മൗത്താക്കും മരണമാസന്നമായവരെ, ബിൽ അബിയം വെളുത്ത വസ്ത്രം കൊണ്ട്. കാരണം ഏതായാലും മരിക്കാനായല്ല, ശ്വാസം മുട്ടിച്ച് കൊന്നക്കാം. വെറുതെ ഇതിലൊന്നും ഒരു ക്ലിപ്പിലും നമ്മൾ വീണു പോകരുത് കൂട്ടുകാരെ. നമ്മൾ ഈമാൻ അങ്ങ് തെറ്റിപ്പോകും. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ വലിയ രോഗം. ക്യാൻസറൊക്കെ വന്നാൽ ആകപ്പാടെ കൂടിപ്പോയാൽ മരിക്കേ ചെയ്യുള്ളൂ. ക്യാൻസർ വന്നാൽ, ബിദ്അത്ത് വന്നാൽ ചത്തുപോകും, ഈമാൻ ഉണ്ടാവില്ല. നല്ല ശ്രദ്ധിക്കണം.